ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് ഒരു നുള്ളു ഗരം മസാലയല്ല, പെരുംജീരകവും കൂടെ ഇട്ട്, വലിയ ജീരകം. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കറിവേപ്പില മൂത്ത് വരുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാളയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം. സവാള ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഉള്ളിയും അതായത് സവാളയും തക്കാളിയും എല്ലാം ആ അരുവിനോട്ടൊന്ന് മാറ്റി നമുക്ക് ഇതിൻ്റെ മധ്യത്ത് കുറച്ച് സ്ഥലം ഉണ്ടാക്കണം. ഫ്രൈ പാൻ ആകുമ്പോഴത്തേക്ക് അതിനുള്ള സ്ഥലം കിട്ടും. സ്ഥലം ഉണ്ടാക്കിയതിന് ശേഷം ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് കുറച്ച് ഉണക്ക നെത്തോലി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തലയും വാലും അതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞ് മുള്ളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടേക്കണം. അത് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ പ്രത്യേക എണ്ണയൊന്നും ഒഴിക്കണ്ട. ഈ സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് മധ്യത്തോട്ട് ആ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതവിടെ ഇരുന്ന് കുറച്ച് നേരത്തേക്ക് അനക്കണ്ട. നമ്മൾ ഈ നെത്തോലി ഇവിടെ ഇതിൽ തന്നെ ഇട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം കൂടെ എണ്ണയിൽ ഇട്ടേക്കണം. നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇവിടെ ഇപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നെത്തോലിയും തക്കാളിയും സവാളയും എല്ലാം ആയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നെത്തോലി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇളക്കി നല്ലപോലെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. അതായത് നമ്മൾ എടുക്കുന്ന മുളക് പൊടിയുടെ പകുതി മല്ലിപ്പൊടി, അത്രയും മതി. ഇതെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലായിരുന്നു ലോ ഫ്ലെയിമിലാക്കി ഇനി ഞാൻ ഈ ചട്ടി ഒന്ന് മാറ്റുകയാണ്. ഇപ്പോഴും ചട്ടി മാറ്റി അതിന് ശേഷം നമുക്ക് ഈ 3 പച്ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ 3 പച്ചക്ക, നമ്മൾ കറിക്ക എന്നൊക്കെ പറയും. അത് ഇതിലേക്കിട്ട് ഇളക്കാം. നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇനി ഈ പച്ചക്ക വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബാക്കിയെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. മസാല വരെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ടില്ല. പിന്നെ ഉണക്ക നെത്തോലിയാണെങ്കിലും നമുക്ക് നല്ലതുപോലെ 3-4 വെള്ളത്തിൽ കഴുകി ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉപ്പ് പോകും. ഇപ്പോഴാവശ്യത്തിന് ഉപ്പിട്ട് അടച്ച് വേവിക്കാം. നമുക്കിതിലേക്ക് അരമുറി തേങ്ങ അരച്ച് ചേർക്കാം. അതിൻ്റെ കുത്തിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. കുത്ത് വേണമെങ്കിൽ ഒഴിക്കാം. തേങ്ങ അരച്ച് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഇറക്കാം. ഇപ്പം നല്ലൊരു നെത്തോലി, ഉണക്ക നെത്തോലിയുടെ കറി റെഡി ആയിട്ടുണ്ട്.
പച്ചക്കായ ഉണക്ക നെത്തോലി കറി പണ്ട് കാലം തൊട്ടേ വയ്ക്കുന്ന ഒരു കറിയാണ്. കൂടുതൽ ഈ കറി വയ്ക്കുന്നത് ഈ മഴക്കാലത്താണ്. അടമഴ സമയത്തൊക്കെ മീൻ കിട്ടാൻ പാടാണ്. അപ്പോൾ ഇന്നത്തെ കണക്ക് വെച്ചിരുന്ന് എടുക്കുന്ന 5-6 ദിവസമൊക്കെ, ഒരാഴ്ചയും 2 ആഴ്ച 1 മാസമൊക്കെ ഐസിട്ട് വയ്ക്കുന്ന ഒരു സമ്പ്രദായമൊന്നും അന്നില്ല. ഇല്ലാത്ത കാലത്ത് അടമഴ സമയത്ത് വയ്ക്കുന്ന ഒരു കറിയാണ് ഉണക്ക നെത്തോലി പച്ചക്കായും ഇട്ട്. നല്ലൊരു കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണക്ക നെത്തോലി കിട്ടുമ്പോഴത്തേക്ക് ഇപ്പോൾ കടകളിലൊക്കെ കിട്ടുമല്ലേ, കവറിലൊക്കെ പാക്ക് ചെയ്ത് മെഷീനിലൊക്കെ ഉണക്കിയാൽ നല്ല ഉണക്ക നെത്തോലി കിട്ടും. ഉണക്കമീൻ എല്ലാ സൈസ് മീനും കിട്ടും.